ഇനി എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പം ഇതിന്റെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ആരെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ എപ്പോഴൊക്കെയാ എനിക്ക് സർപ്രൈസ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതെന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു സാധനമല്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാവേ എന്താണ് സാധനം. ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല. കാരണം ഈ ഐറ്റം എന്താണ് എന്ന് എനിക്ക് അറിയാനുള്ളൊരു ശുഷ്കാന്തിയാണ് അതിന് കാരണം. കേട്ടെ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഏയ് ആഹാ അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇല്ലാത്തൊരു ടൈപ്പാണ്. കാരണം ഈ ഒരു കട്ടിങ് എനിക്ക് ഇല്ലാത്തൊരു ടൈപ്പ്. അപ്പൊ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊന്നും ഒരു ഡ്രസ്സ് വാങ്ങിത്തരാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഒരുപാട് 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 സങ്കടപ്പെട്ടിട്ടുണ്ട് ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്റെ കൈകളിലേക്ക് ഇങ്ങനെ ഞാൻ പോലും അറിയാണ്ട് നമ്മൾ ഈ സ്വപ്നം കണ്ടാൽ നടക്കുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് എന്റെ കൈകളിലേക്ക് വരുന്നത്. അപ്പം ഇത് കൊള്ളാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പഴേ ഞാൻ ആ ഡ്രസ്സ് ഇട്ടു. ദാണ്ടെ ഇത് കണ്ടോ, ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇട്ടപ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. എനിക്കിനി ഓവറായിട്ട് ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാനില്ല. അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെന്താ, എനിക്ക് എന്തോ കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം. നമുക്ക് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ നമ്മളോട് തന്നെ, അങ്ങനത്തെ ഒരു ഇഷ്ടവും തോന്നി. ചിലപ്പം എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. ഏതായാലും ഡ്രസ് എല്ലാവരും കണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇത്രയും നല്ലൊരു സർപ്രൈസ് നൽകിയ എന്റെ സ്പെഷ്യൽ പേഴ്സൺ